അഗ്നി, അഗ്നി നോക്കടാ, നിന്റെ ഇന്ദ്രനെ വിളിക്കുന്നേ. അഗ്നി ഒന്ന് കണ്ണു തുറക്കടാ. അഗ്നി, അഗ്നി പ്ലീസ്. അഗ്നി, അഗ്നി നോക്ക്, നിന്റെ ഇന്ദ്രനാടാ വിളിക്കുന്നേ. അഗ്നി പ്ലീസ്. സിദ്ധേട്ടാ, അഗ്നി എന്താ കണ്ണു തുറക്കാത്തെ? സിദ്ധേട്ടാ, സിദ്ധേട്ടനെ വിളിച്ചു നോക്ക്. എന്റെ അഗ്നി കണ്ണു തുറക്കുന്നില്ല സിദ്ധേട്ടാ. ചിത്തു, ചിത്തു, നീ ഇങ്ങനെ കരയില്ലടാ. ഈ സമയത്ത് നീ ഇങ്ങനെ തളർന്നാലെങ്ങനെയാ? നമുക്ക് ദേവിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. അവനൊന്നും പറ്റില്ലടാ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഞാൻ എങ്ങനെ സമാധാനായിട്ടിരിക്കണം എന്ന് സിദ്ധേട്ടനെ പറയുമ്പോ എന്റെ ഈ കൺമുമ്പിൽ വെച്ചിട്ടല്ല എന്റെ അഗ്നി. ശരിക്കും എന്നെ രക്ഷിക്കും വന്നതുകൊണ്ടല്ല അവനിങ്ങനെയൊക്കെ സംഭവിച്ചത്. എല്ലാത്തിനും കാരണം ഈ സ്ത്രീയാ. നിങ്ങളൊരുത്തി കാരണം ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിലും നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് ആര് ചത്താലും നിങ്ങൾക്ക് നിങ്ങളുടെ വാശി ജയിച്ചാൽ പോരെ അല്ലേ? നിങ്ങൾക്കിപ്പോൾ സന്തോഷമായി കാണിയിരിക്കില്ലേ ഞങ്ങളെ പിരിച്ചപ്പോ? എന്നാ നിങ്ങൾ ഓർത്തോ, അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല. ഏത് സിറ്റുവേഷനിലും ഒന്നിനു വേണ്ടിയിട്ടും ഈ അഗ്നിയെ ഈ ഇന്ദ്രനെ ഒറ്റയ്ക്കാക്കില്ലെന്ന് അവന് ഞാൻ പ്രോമിസ് കൊടുത്തതാ. അത് ഞാൻ പാലിക്കും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കേണ്ട. ഞങ്ങളൊരിക്കലും പിരിയില്ല. ഞങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്നാവുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ മരണത്തിലൂടെ ആണെങ്കിലും കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ആന്റി, ശരിക്കും ആന്റിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഒരാളുടെ ജീവനെടുക്കാൻ മാത്രം ആന്റി അത്രത്തോളം കരുണയില്ലാത്ത ഒരാളായി മാറിയോ? അത്ര അധപ്പതിച്ചു പോയോ? ആന്റി ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലല്ല, അത് ഈശ്വരന്റെ അടുത്താ. ഒരാൾക്ക് ജീവൻ തരുന്നതും ആ ജീവൻ എടുക്കുന്നതും അത് ഈശ്വരനാ. അതിൽ നമുക്കൊരു അവകാശമില്ല. എന്തായാലും വളരെ മോശമായി പോയി ആന്റി. ഇപ്പം എനിക്ക് കൂടുതലൊന്നും ആന്റിയോട് പറയാനില്ല. എത്രയും പെട്ടെന്ന് അഗ്നിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ ജിത്തു അവരുടെ ജിത്തു, നോ. ഓ മൈ ഗോഡ്, നീ എന്തോ കാണിച്ച ചിത്തു? നീ നിന്റെ വെയിൻ കട്ട് ചെയ്തോ? ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യ. എത്രയും പെട്ടെന്ന് ഇവർ രണ്ടാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാനൊരു മോശം അമ്മയായിരിക്കുമല്ലേ? അല്ലാതെ നല്ലൊരു അമ്മയാണെങ്കിൽ സ്വന്തം മോനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും? എല്ലാം എൻ്റെ അനാവശ്യമായിട്ടുള്ള ദേഷ്യവും വാശിയും ഒക്കെ കാരണം എൻ്റെ മോനൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. അവനെനിക്ക് തിരിച്ചു തരണ ഈശ്വര. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രനവനായിട്ടുള്ള കല്യാണം ഞാൻ തന്നെ നടത്തി കൊടുത്തോളാം. ആന്റി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കെ. എനിക്കറിയാം ഇപ്പം ചെയ്തതാലോചിച്ച് ആന്റിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പം നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ വേറൊരു വഴിയില്ല. എനിക്കിപ്പോൾ അതില്ല. അങ്കിളിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്കിളും ആൻറ്റിയും വന്നു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ആൻറ്റിയും അങ്കിളും എന്നെ വിശ്വസിച്ച ജിത്തുവിനെ എൻ്റെ അടുത്ത് നിർത്തിയത്. അവരോട് ഞാൻ എന്താ പറയാ എനിക്കറിയില്ല. സിധുവിന്റെ മോനെവിടെ? നിന്നെ ഏൽപ്പിച്ചതല്ലേ? നീ എന്താ അവനെ ശ്രദ്ധിച്ചിരുന്നില്ലേ? എന്നോട് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലേ എന്റെ മോനെ ശ്രദ്ധിക്കണമെന്ന്. നീ എന്താണ് നോക്കാഞ്ഞേ? എനിക്കിപ്പം എന്റെ മോനെ കാണണം. എവിടെ സിധു? എന്റെ മോനെവിടെ? അവനോക്കെയാണോ? എനിക്കിപ്പം കാണണം അവനെ. ആൻറ്റി പ്ലീസ് ഒന്ന് സമാധാനമായിട്ടിരിക്കും. ചിത്തുന് ഒന്നും വരില്ല. അവനിപ്പോൾ ഐസിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ കയറി കാണാനൊന്നും പറ്റില്ല. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നോ? ആർക്കെങ്കിലും ഒരാൾക്ക് സിത്തു നിനക്കെങ്കിലും എല്ലാം എന്നോടൊന്ന് തുറന്നു പറഞ്ഞൂടെ? പാവന്റെ മോൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും.
നിനക്കറിയാലോ സിദ്ധു, ഇന്ന് വരെ എന്റെ മോന്റെ ഒരാഗ്രഹത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. അവന്റെ ഇഷ്ടത്തെക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല. ഒന്നും അവന്റെ ഇഷ്ടം അഗ്നിയാണെങ്കിൽ ആരെതിർത്തിട്ടാണെങ്കിലും അതിന്റെ കൂടെ ഞാൻ നിൽക്കുമായിരുന്നു, എന്റെ മോന്റെ കൂടെ സപ്പോർട്ടിന്. പക്ഷെ പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അതിന് എന്നോട് എന്തെങ്കിലും പറയണമെന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഡോക്ടർ, ഞങ്ങളുടെ മക്കൾ ഓക്കെയാണോ? ഇപ്പം ഇവിടെ അഡ്മിറ്റ് ചെയ്ത ഇന്ദ്രജിത്തും അഗ്നിദേവും അവരുടെ പാരൻസ് എനിക്ക് എന്റെ മോനെ കാണാമോ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ കൂൾ നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. എന്തായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പൊ ഓക്കെയാണ്. പിന്നെ ഇപ്പൊ കയറി കാണാനൊന്നും പറ്റില്ല, ഇൻഫെക്ഷനും മറ്റോ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് നിന്ന് കാണാം. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറി കാണാം, സംസാരിക്കാം. എന്തായാലും കുറച്ച് മരുന്നും കാര്യങ്ങളും വാങ്ങാനുണ്ട്, അതൊക്കെ സിസ്റ്റർ കൊണ്ടുവരും. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. താങ്ക് ഗോഡ്, നീ ഞങ്ങളെ രക്ഷിച്ചു. എൻ്റെ മക്കൾ ഓക്കെ ആയല്ലോ, അത് കേട്ടാൽ മതി. നോക്ക്, ഹേമനോടും ദേവകിനോടാ ആരെന്തൊക്കെ പറഞ്ഞാലും അഗ്നിയുടെ ഇന്ദ്രന്റെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. അവരുടെ ഇഷ്ടം എന്താണോ അത് ഞാൻ എന്തായാലും നടത്തി കൊടുക്കും. ഇനി അതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കില്ല. ഇനി എതിർപ്പുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടെ വിട്ടു പോവാം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇനി എന്തായാലും എന്റെ മോന്റെ ഇഷ്ടം എന്താണോ അത് തന്നെ എനിക്ക് വലുത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. അവന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. എനിക്കും ഈ കാര്യത്തിൽ ഇനി ഒരു എതിർപ്പുമില്ല. ഒരിക്കൽ ഞാൻ എടുത്തു ചാടി പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെ മകന്റെ ജീവൻ തന്നെ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയത്. ഇനി ഒന്നും ഞാനില്ല. ഇനിയെല്ലാം അവന്റെ ഇഷ്ടം പോലെ. ഇനി എനിക്ക് അവന്റെ സന്തോഷം വലുത്. അത് ഇന്ദ്രനായിട്ടുള്ള കല്യാണമാണെങ്കിൽ അങ്ങനെ ഞാൻ ഇതിന് ഒരു എതിർപ്പും പറയുന്നില്ല. ഹാവും കുറച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ. ഇനി ബോധം തെളിയുമ്പോൾ ദേവനും ചിത്തനും ഒരുപാട് സന്തോഷാവും, അതുറപ്പാ. ख्वाब में तैरती परछाइयां, तरबतर शोर में खामोशियां, दूरियों में बटी नजदीकियां, बारिशों में खुली चिंगारियां, तन्हाइयां
എൻ്റെ അഗ്നി വയ്യ, കൈകാലെന്തൊരു വേദനയാ. എപ്പൊ തുടങ്ങി നിർത്താണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഒരേ നിൽപ്പ, ഒന്നിരിക്കാൻ കൂടി പറ്റിയിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്ന് കിടന്നപ്പോ എന്തൊരു സമാധാനം. അയ്യേ എൻ്റെ ഇന്ദ്ര, നീ എന്തായി ചെയ്യുന്നേ? ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആവും, എന്നിട്ട് വന്ന് കിടന്നോ. ഇനിയിപ്പോ ഫ്രഷ് ആവാനൊന്നും എന്നെക്കൊണ്ട് വയ്യ അഗ്നി. ഇനി നാളെ ഫ്രഷ് ആവാം, ഞാനിപ്പോ കിടക്കട്ടെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, എന്റെ നല്ല ഇന്ദ്രനല്ലേ, ഒന്നെണീറ്റേ. വേണ്ട, ഞാനൊന്നുമില്ല, എനിക്ക് വയ്യ അഗ്നി. ഏയ് അങ്ങനെ ഒന്നും പറഞ്ഞ പറ്റില്ല. നീ വന്നേ, ഒന്ന് ഫ്രഷ് ആകുമ്പോ നിന്റെ ക്ഷീണം എല്ലാം പമ്പ കിടക്കും. വാ വാ വാ. വേണ്ട അഗ്നി, ഞാൻ ടയേർഡാ. വേണ്ട അഗ്നി. എന്താ പിന്നെ അഗ്നി, നീ എന്നെ ഒന്ന് ബാത്റൂം വരെ എടുത്തിട്ട് പോവോ? ശരി ശരി, എന്നാ എന്റെ പുറത്ത് കയറിക്കോ. അഗ്നി, അല്ലെങ്കിൽ പിന്നെ ഇനി ഫ്രഷ് ആവാൻ പോകണോ? तन्हाइया